ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് ക്യാൻവാസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കുർത്തി കട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ആ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള നെക്കാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് ഇതുപോലെ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതാണേ. ഇനി നമുക്ക് വേണ്ട നെക്കിൻ്റെ അകലമാണ് മാർക്ക് ചെയ്യുന്നത്. 3.25 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 42 ഇഞ്ച് സൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ മാർക്കിംഗ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ആ കുർത്തി കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാവേ. ഇനി ഫ്രണ്ട് നെക്കാണ് കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊരു ബോക്സ് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് നെക്കിന് വേണ്ടി ഞാൻ ഈ കോർണറിൽ നിന്നും 1 ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് റൗണ്ട് വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അരികിലായി 1/2 ഇഞ്ചും കൂടി നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ മുകളിലത്തെ മാർക്കിങ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് കേട്ടോ. അപ്പം ബാക്ക് നെക്കും ഈ ക്യാൻവാസിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അകലമാണ്. നെക്കിൻ്റെ അകലം 3.25 ഇഞ്ചായിരുന്നു. അത് മാർക്ക് ചെയ്ത ശേഷം ബാക്ക് നെക്ക് ഞാനിവിടെ 5 ഇഞ്ചാണ് കേട്ടോ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് ചെയ്ത പോലെ തന്നെ ബോക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഒരു യു നെക്ക് ഇതുപോലെ വരച്ചെടുക്കാവേ. നമുക്ക് സൈഡിലായി 1/2 ഇഞ്ച് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് ആദ്യം ഈ ഔട്ടറായിട്ട് മാർക്ക് ചെയ്തില്ലേ അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡ് ഉണ്ടല്ലോ, ഉൾഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഉൾഭാഗത്ത് കുറച്ച് മുകളിലായി 1/2 ഇഞ്ച് ഇതുപോലെ ഒരു പടി നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തുണിയിൽ കറക്റ്റായിട്ട് ഒട്ടിക്കാം. ഇനി മിനുസമുള്ള ഭാഗമാണ് കേട്ടോ നമുക്ക് തുണിയിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ലൈനിങ് ആയിട്ടുള്ളൊരു തുണി ഉണ്ടായിരുന്നു, കോട്ടൺ ആണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ലെവൽ ചെയ്തതാണ്, അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ കൂടുതൽ തുണി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും തുണി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുവേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തുണിയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിൽ ഇതുപോലെ അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് മാത്രം മതി കേട്ടോ അരികുവശത്ത്. അപ്പോൾ ഇത് മുഴുവനായി നമുക്ക് ഈ ക്യാൻവാസിനോട് ചേർത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള തുണി ഈ കാണുന്ന രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ മിഡിൽ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ ലൈനിങ് വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമുക്ക് മെയിൻ തുണിയുടെ റോങ് സൈഡിൽ നമുക്ക് ലൈനിങ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തുണി തെന്നിപ്പോകാതിരിക്കും. അപ്പോൾ ആം ഹോളിൻ്റെ പോർഷനും താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ നല്ല വശത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തെന്നിപ്പോകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. എങ്കിലും ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മിഡിൽ ഭാഗം ആദ്യം ഒന്ന് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്ത സൈഡിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അന്നേരം നന്നായിട്ട് ഫിക്സ് ആയിരുന്നോളും. ഇനി നമുക്കിതിൻ്റെ ഈ റൈറ്റ് സൈഡിലോട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്യാൻവാസിൽ നീഡിൽ കയറാതെ പുറത്ത് തന്നെ ക്യാൻവാസിൻ്റെ സൈഡ് വഴി തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും ഇതുപോലെ മുകൾ ഭാഗത്തു നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ മുകൾ ഭാഗത്തു നിന്നും സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പം നമ്മൾ മിഡിൽ ഭാഗത്തു നിന്നാണ് റൈറ്റിലേക്ക് വന്നതല്ലേ. അപ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞില്ലേ, ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുള്ള ക്ലോത്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഈ കാണുന്ന പോലെ 1/2 ഇഞ്ച് മാത്രമാണ് നമുക്കവിടെ നിർത്തേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും ഓരോ കട്ട് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ യു നെക്ക് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഉള്ളിലേക്ക് കർവ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ സീം അലവൻസ് ഇല്ലേ, ആ ഒരു സീം അലവൻസും ഈ ഒരു നെക്കിൻ്റെ ഭാഗവും കൂടി ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ക്യാൻവാസ് പീസില്ലേ, അതിൻ്റെ മേളിലായിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് വരാൻ വേണ്ടി. അപ്പോൾ മെയിൻ തുണിയിലേക്ക് സ്റ്റിച്ച് കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബാക്ക് പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ബാക്ക് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കാണ് കേട്ടോ അടിയിലുള്ളത്, ഫ്രണ്ട് നെക്കാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് അടിയിൽ വെച്ച ശേഷം അതിൻ്റെ ആ ഒരു ക്യാൻവാസ് ഇല്ലേ, ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പാർട്ടില്ലേ, ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കാണുന്ന പോലെ ഒരു 1/4 ഇഞ്ചിനും താഴെ മാത്രം ഇതുപോലെ ഒന്ന് നീക്കി വയ്ക്കാം കണ്ടോ. ഈ രീതിയിൽ വെച്ച ശേഷം നമുക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ പോർഷനില്ലേ, അത് ഈ കാണുന്ന പോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ സ്ലോയിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം ഷോൾഡർ കംപ്ലീറ്റ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തു കണ്ടോ. ഇതുപോലെയാണ് നിവർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടോ. നല്ല ഫിനിഷിംഗായി കിട്ടും. അപ്പോൾ പുറത്ത് ഈ ഫിനിഷിങ്ങിലും ഉള്ളിൽ നമുക്ക് ആ ഒരു സീം അലവൻസ് ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിലാണ് നമ്മളിതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വശവും ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പം ഷോൾഡറും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് സ്ലീവാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാനിവിടെ 3/4 സ്ലീവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം തന്നെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിങ് കാണണമെന്നുള്ളവർക്ക് ആ ഒരു റിലേറ്റഡ് വീഡിയോ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇനി സൈഡ് ക്ലോസ് ചെയ്യുന്നതും സൈഡ് സ്ലിറ്റ് ചെയ്യുന്നതും അടുത്ത വീഡിയോയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്